ഇത് മിസ്റ്റർ തനൂപ് തമ്പാൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള വീഡിയോകളിലൂടെ മാത്രം ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ മാത്രം ഞാൻ കാണിച്ചിട്ട് അതിനുള്ള മറുപടികൾ ഞാൻ പറയാം. അപ്പോൾ ഇയാളുടെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ഇയാൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം വരും. അതിവിടെ ആരും ചോദിക്കുന്നില്ല കേട്ടോ. പുള്ളിയുടെ പേരെന്താണെന്നറിയോ? ഹിന്ദുത്വവാദിയുടെ സുന്നിയൂർ റഹ്മാൻ. ഇയാൾ ഇന്ത്യക്കാരനാണോ? അല്ല, ബംഗ്ലാദേശിയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു അച്ഛനെ ഉപദ്രവിക്കുന്ന ഇയാളുടെ ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ഇയാളെ എന്തുകൊണ്ടാണ് സുനിയൂർ റഹ്മാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പഴയ പേര് ആരും പറയുന്നില്ല എന്ന് ഞാൻ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുനീർ റഹ്മാൻ എന്നത് 2018 മുമ്പ് ബംഗ്ലാദേശിൽ വെച്ചിട്ടുള്ള അയാളുടെ പേരാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പഴയ വീഡിയോസുകളിൽ ചിലതൊക്കെ റിമൂവ് ആയെങ്കിലും ചിലതൊക്കെ കാണാനായിട്ട് സാധിക്കും. അയാൾ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നയാളാണ്. അതിനുശേഷം അയാൾ നേരെ ബംഗ്ലാദേശിൽ എത്തിയതിനു ശേഷം അയാൾ ഒരു എത്തിയിസ്റ്റ് ആയിട്ടും നിരീശ്വരവാദി എന്ന പേരിലും ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യൻസിനെതിരെയും മുസ്ലിംസിനെതിരെയും അയാൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം 2018 അയാൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സുരക്ഷകൾ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇന്ത്യയിലെ ഒരു സ്വാമിജിയായിട്ട് മാറുന്നു. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് ഒരു ബാബ ആയിട്ട് ഒരു സ്വാമിയായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തെണ്ടിത്തരവും കാണിക്കാമെന്ന് മനസ്സിലാക്കുകയും അയാളുടെ മനസ്സിലുള്ള ആ കോപവും രൗദ്രവും ആ സൈക്കോ തരങ്ങളും ഇന്ത്യയിലെ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പേര് മാറ്റി ശ്രീ സത്യാനിഷ്ഠ ആര്യ എന്ന പേരിലേക്ക് മാറിക്കൊണ്ട് ഒരു ഹിന്ദു ബാബ ആയിട്ട് ആളുകളുടെ ഇടയിലൂടെ നടന്നയാളാണ്. അന്ന് ആ പരിപാടിക്ക് അവിടെ കയറി വരുമ്പോഴും അയാൾ ഒറ്റയ്ക്കല്ല കയറി വന്നത്. അയാളുടെ കൂട്ടം ഒരു പറ്റം അനുയായികളും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അയാൾ തീവ്രവാദിയാണെന്നും അയാളുടെ പഴയ പേര് പറയാത്തതുമാണ് തമ്പാന് പ്രശ്നമായത്, അല്ലേ? അയാൾ ഒരു തീവ്രവാദിയല്ല, അയാൾ ഒരു വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവണം. തീവ്രവാദവും വർഗീയവാദവും രണ്ടും രണ്ടാണ്. നിങ്ങളെന്താ മുനമ്പത്തെ 400 കുടുംബം പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരും ഉൾപ്പെടെ പട്ടിണിയിടുന്നല്ലോ, ക്രിസ്മസിന് ഉൾപ്പെടെ. ഇനി മുനമ്പത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സംശയമില്ലാതെ പറയും, അത് തനൂപ് തമ്പാനാണെന്ന് പറയും. കാരണം അന്ന് വഖഫിനെതിരെയും മുസ്ലിംസിനെതിരെയും ആഞ്ഞടിച്ച് വീഡിയോ ചെയ്തയാളാണ് മിസ്റ്റർ തനൂപ് തമ്പാൻ. പക്ഷേ കഴിഞ്ഞ മാസവും കൂടെ നമ്മുടെ കേരള സർക്കാർ പോലും അപ്പീൽ പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇവരുടെ സ്ഥലങ്ങൾ പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. ഒന്നും വേണ്ട, മുനമ്പം ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ആളുകൾ അവിടെ പറഞ്ഞു തരെയുണ്ട്. തെരഞ്ഞെടുപ്പിന് ഓരോ ആളുകളും പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത്. കേന്ദ്രം വഖഫ് ബില്ല് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സമരം ചെയ്ത ആളുകൾ പറയുന്നത് കേൾക്കാം. ഒരു പള്ളിയിലച്ഛൻ അടക്കം പറയുന്നുണ്ട്, ഞങ്ങളുടെ പേര് പറഞ്ഞ് കേന്ദ്രത്തിൽ പാസ്സാക്കി, പക്ഷെ അതുകൊണ്ട് അതുണ്ടാവും, പക്ഷെ ഞങ്ങൾ അപ്പോഴും വഞ്ചിക്കപ്പെട്ടു. പാർട്ടികളൊന്നും പല പ്രതീക്ഷകളും നൽകിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നിനും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. സർക്കാർ മാത്രമാണ് കൂടെ എന്നതെന്ന്. ഇതിനകത്തേക്ക് മതവർഗീയത കുത്തിത്തിരിയ ആൾക്കാർ ആരാണെന്ന് നമുക്കറിയാം. ഇനി തമ്പാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, പാലക്കാട് കരോളിന് നേരെ ഇവിടെ മീഡിയ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായത് ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ബാൻസെറ്റി കണ്ട് ബാൻസെറ്റി എഴുതി വെച്ചിരിക്കുന്നത് CPM. കേരളത്തിൽ ഏത് കൃത്യം പള്ളിയാ CPM ബാൻസെറ്റിയായിട്ട് കരോൾ ഇറങ്ങുന്നത്? പാലക്കാട് നടന്ന കുട്ടികളെ ഉപദ്രവിച്ച സംഭവത്തെ കുറിച്ചിട്ട് അതിലും നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചത് ആ 15 വയസ്സില്ലാത്ത കൊച്ചു കുട്ടികളെ ഉപദ്രവിച്ച സംഘപരിവാർ അനുകൂല തെണ്ടികളെയാണ്. നീ പറഞ്ഞത് ആ കരോളിന് വന്നവർക്ക് പള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല, ആ ഡ്രംസിനകത്ത് CPIM എന്നുള്ള സ്റ്റിക്കർ വെച്ചുകൊണ്ടാണ് വന്നതെന്ന്. അതിനെന്താ തമ്പാനെ കുഴപ്പം? തമ്പാന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? തമ്പാൻ ഈ പറയുന്ന പോലെ കരോളുകളിലൊന്നും പങ്കെടുക്കാത്തതിന്റെ പ്രശ്നമാണ്. അത് CPMന്റെ ഉടമസ്ഥയിലുള്ള ഡ്രമ്മും സൈഡ് ഡ്രമ്മും ആയിക്കോട്ടെ. ആ കുട്ടികൾ ചോദിച്ചപ്പോ കരോളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പാർട്ടി ഓഫീസിൽ അവരുടെ ഉടമസ്ഥയിലുള്ള സാധനം കൊടുത്തു വിട്ടല്ലേ എന്താണ് ചങ്ങായിയെ തെറ്റ്? പല സ്ഥലങ്ങളിലും പൈസ കൊടുത്ത് വാടകയ്ക്ക് എടുക്കുന്ന സാധനം ചിലപ്പോ ഒരു പൈസ വാങ്ങിച്ചോ വാങ്ങിക്കാതെയോ കൊടുത്തതായിക്കോട്ടെ. ഇവിടെ CPMന്റെ പേരുള്ള ഡ്രംസ് ഉപയോഗിച്ച് കരോൾ നടത്തിയാൽ എന്താണ് അതിനകത്ത് തെറ്റെന്താണെന്ന് പറഞ്ഞു തരൂ. പിന്നെ താൻ പറഞ്ഞതിനകത്ത് തെറ്റ്, ഒരു കൂട്ടം ആളുകൾക്ക് കരോളിന് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു അതിരൂപതയുടെയോ ഒരു അച്ഛന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇടവകയുടെയോ സമ്മതപത്രം വേണ്ട. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം തമ്പാൻ ഒരു കരോൾ സംഘത്തിന്റെ കൂടത്തെ ഒന്നും പോയിട്ട് ആ ഒരു സന്തോഷം അറിയാത്ത, ആ ഒരു വൈബ് മനസ്സിലാകാതെ സംഘപരിവാറിന് വേണ്ടിയിട്ട് ചെലയ്ക്കുന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. അടുത്ത വർഷമെങ്കിലും തൊട്ടടുത്തുള്ള ഇടവകയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കുട്ടികളോട് ചോദിക്കുക, മക്കളെ നിങ്ങൾ ആരെങ്കിലും ഇപ്രാവശ്യം കരോളിൽ പോകുന്നുണ്ടോന്ന്. അങ്ങനെ കരോളിൽ പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം പോയി പാട്ടൊക്കെ പാടി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി സന്തോഷങ്ങൾ മനസ്സിലാക്കി. ചിലയിടത്തുനിന്ന് കേക്കൊക്കെ കിട്ടും, ആ കേക്കൊക്കെ കഴിച്ച്, ചിലയിടത്തുനിന്ന് വൈൻ കിട്ടും, ആ വൈനൊക്കെ കുടിച്ച്, ചിലയിടത്തുനിന്ന് ചിലപ്പോൾ നാരങ്ങ വെള്ളമായിരിക്കും, ചിലപ്പോൾ കപ്പ പുഴുങ്ങിയതായിരിക്കും. ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആ ഒരു രാത്രി സന്തോഷത്തോടെ ആർമാദിച്ച് സന്തോഷിച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ദിവസം അന്ന് ആഘോഷിച്ച് നോക്കുക. അപ്പോൾ താങ്കളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയും തോന്നുന്നു. ഈ ഒരു തെറ്റിദ്ധാരണ വെച്ച് നടക്കുന്ന കുറെ സംഘപരിവാർ തെണ്ടികളുണ്ട്, അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്നോർത്തുകൊണ്ട് തന്നെയാണ്.